പഹൽഗാം ഭീകരാക്രമണം നടത്തിയ കശ്മീരികളായ 2 ഭീകരരുടെ വീടുകൾ തകർത്തു. വീടുകൾ തകർത്തത് പ്രാദേശിക ഭരണകൂടമെന്നാണ് റിപ്പോർട്ട്. ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയത് ഹാഷിം മൂസയെന്നും കണ്ടെത്തി. അതേസമയം ആക്രമണം നടത്തിയ 2 ഭീകരരുടെ രേഖാചിത്രം കൂടി പുറത്തുവന്നു. വിശദാംശങ്ങളുമായി സോന സുരേഷ് ചേരുന്നു. സോന, ഭീകരരുടെ വീടുകളാണ് തകർത്തിരിക്കുന്നത്. എന്താണ് തകർത്തവരെ കുറിച്ച് എന്തെങ്കിലും സൂചനകൾ? പ്രാദേശിക ആളുകൾ തന്നെയാണ് എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ദീപ്തി, കാശ്മീരിലെ പഹൽഗാമിലെ ആക്രമണത്തിൽ പങ്കെടുത്ത 2 കാശ്മീരി ഭീകരരുടെ വീടുകളാണ് ഇപ്പോൾ പ്രാദേശിക ഭരണകൂടം തകർത്തിരിക്കുന്നു എന്നൊരു വാർത്തയാണ് കാശ്മീരിൽ നിന്നും ഇപ്പോൾ വരുന്നത്. കാശ്മീരിലെ 2 ഭീകരരായ ആദിൽ തോക്കർ അതുപോലെ അഫ്സൽ ഷെയ്ഖ് എന്നീ ഭീകരരുടെ വീടുകളാണ് ഇന്നലെ രാത്രിയോടെ പ്രാദേശിക ഭരണകൂടം തകർത്തതെന്നാണ് പുറത്തു വരുന്ന വിവരം. മാത്രമല്ല, അനന്ത്നാഗിൽ സ്ഥിതി ചെയ്തിരുന്ന ഇവരുടെ വീടുകളാണ് തകർത്തിരിക്കുന്നത്. ഇവരുടെ ഇന്ന് തന്നെ ഇവരുടെ രേഖാചിത്രം ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. 5 പേരാണ് ആക്രമണത്തിൽ പങ്കെടുത്തതെന്നും ഇതിൽ 2 പേർ കാശ്മീരി സ്വദേശികളാണെന്നും മറ്റും വിവരം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ 2 പേരുടെ വീടുകളാണ് ഇപ്പോൾ ഇന്നലെ രാത്രിയിലുണ്ടായ ഒരു പ്രാദേശിക ഭരണകൂടം തകർത്തിരിക്കുന്നത്. മാത്രമല്ല, ഇന്നലെ രാത്രിയോടെയായിരുന്നു ഇങ്ങനെ ഒരു ആക്രമണം നടന്നത്. ഈ പഹൽഗാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ പഹൽഗാമിലെ ആക്രമണം നടന്നതിന് ശേഷം ഈ വീടുകളിൽ ആരും താമസം ഇല്ലായിരുന്നുവെന്നാണ് പ്രാദേശിക ജനത പറയുന്നത്. ഈ ഒരു ആക്രമണത്തിന് ശേഷം ഇവിടുന്ന് ഈ 2 ഭീകരരും കടന്നു കളഞ്ഞു എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. മാത്രമല്ല, ഇങ്ങനൊരു പഹൽഗാമിൽ ഇങ്ങനൊരു ആക്രമണത്തെ തുടർന്ന് കാശ്മീരി ജനത വളരെ പ്രകോപിതരായിരുന്നു. മാത്രമല്ല, എത്രയും വേഗം തന്നെ ഈ ഭീകരരെ കണ്ടെത്തുമെന്നും ഇന്ത്യക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു കാശ്മീരി ജനത. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രാദേശിക ഭരണകൂടം ഇങ്ങനൊരു തീരുമാനമെടുത്തതും വീടുകൾ ഇപ്പോൾ അടിച്ചു തകർത്തിരിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഒരു ഉത്തരേന്ത്യയിൽ ഇതുപോലെ തന്നെ ഉത്തർപ്രദേശും ഇതുപോലെ തന്നെ ഒരു സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം നിയമലംഘനം നടത്തി എന്നത് കണ്ടെത്തി കഴിഞ്ഞാൽ ഏകദേശം ഇവർ ചെയ്യുന്നൊരു സമാനമായ രീതിയാണെന്നു വീടുകൾ ഇടിച്ചു നിരത്തുക എന്നത്. അതേ സമാനമായ രീതി തന്നെയാണ് ഇപ്പോൾ കശ്മീരിലെയും അനന്ത്നാഗിലും ഈ ഭീകരരുടെ വീടുകൾ അടിച്ചു നിരത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. മാത്രമല്ല, പ്രാദേശിക ഭരണകൂടമാണ് ഇതിന് നേതൃത്വം നൽകിയെന്നൊരു വിവരമാണ് ഏറ്റവും പ്രധാനം. കാരണം ഇന്ത്യയുടെ കൂടെ തന്നെ പ്രാദേശിക ഭരണകൂടം നിൽക്കുമെന്നൊരു കാര്യങ്ങൾ ഇവർ നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്ന കാര്യമാണ്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. കാരണം പാകിസ്ഥാനാണ് ഇങ്ങനൊരു ആക്രമണം നടത്തിയത് എന്നതിൻ്റെ പിന്നിൽ എന്ത് തെളിവുകളാണ് ഉള്ളതെന്ന് ചോദിക്കുന്ന സമയത്ത് ചോദിച്ചിരുന്നു. അതിൽ ഏറ്റവും വലിയ തെളിവുകളാണ്. കാരണം കാശ്മീരിലെ ഈ ആക്രമണം നടത്തിയ 2 യുവാക്കളും പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം ലഭിച്ചവരാണ് എന്നൊരു വിവരം സൈന്യത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഏറ്റവും വലിയ തെളിവെന്നാണ് പുറത്തു വരുന്ന വിവരം. മാത്രമല്ല, ഈ ഒരു പഹൽഗാമിലെ ആക്രമണം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഇതിലെ ഏറ്റവും കൂടുതൽ ആനന്ദ് നഗറിലെ SP ഉൾപ്പെടെ അടങ്ങുന്ന സംഘമാണ് പ്രധാനമായും ഇനി ഇത് അന്വേഷിക്കാൻ പോകുന്നത്. ദീപ്തി, ശരി. സോനിയാണ് വിശദാംശങ്ങൾ നൽകിയത്.